ഹലോ. പറയുമ്പോൾ എന്താ പേരിനൊരു ജലദോഷം, പക്ഷേ 2 ദിവസം കിടന്ന് അനുഭവിച്ചു. ചെവി വേദന, തലവേദന, മുഖവേദന, തൊണ്ടവേദന, ചുമ, തുമ്മൽ, ശരീരം മൊത്തത്തിൽ വേദന. ഇതിന് ജലദോഷം എന്നല്ല, വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കണേ. എൻ്റെ പൊന്നേ, ഇപ്പോൾ വലിയ നമുക്ക് പറ്റണില്ല, കുഞ്ഞുങ്ങളെ സമ്മതിച്ച് കൊടുക്കണം. എൻ്റെ റിദാനാണെങ്കിൽ ഇന്നലെ ഫുള്ള് കരച്ചിലോ അങ്ങനെ അവൻ അത്ര അസ്വസ്ഥതയായിരുന്നു. അപ്പം പിള്ളേരെ സമ്മതിച്ചെടുക്കണം, നമ്മളെ കൊണ്ടേ പറ്റണില്ല. ഞാൻ 2 ദിവസമായി തല നനച്ചിട്ട് മേല് മാത്രമേ കഴുകുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്ന് നേരെ പോയി കുളിച്ചപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഒടുക്കത്തെ തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്ന ഐസ് വാട്ടർ എടുത്തുകൊണ്ടൊന്ന് ദേഹത്ത് ഒഴിക്കുമ്പോൾ ആ ഒരു മരവിപ്പുണ്ടല്ലോ, അമ്മാതിരി തണുപ്പ്. എൻ്റെ പൊന്നെ ഈ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് താമസിക്കുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. ഇത്രയും ഒരു ചെറുത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ ഞാൻ ഫാൻ ഇട്ട റൂമിൽ ഇരിപ്പം പിടിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും തലയ്ക്ക് എന്താ വട്ടാണോ? തണുപ്പെന്ന് പറയുന്നുണ്ട്, പിന്നെ ഈ ഫാൻ ഇടുന്നത് എന്തിനാണെന്ന്. അത് മുടി ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ തുമ്മി എൻ്റെ അടപ്പളവും. അങ്ങനെ ഞാൻ ഫാനൊക്കെ ഇട്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തലയിൽ കുറച്ച് പൗഡറൊക്കെ എടുത്ത് ഇങ്ങനെ തിരുമ്മി പൗഡറൊക്കെ ഇട്ട് നേരെ അടുക്കളയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. അപ്പത്തിന് കറി സാമ്പാർ ഇരിപ്പുണ്ട്, അത് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് ചായയൊക്കെ ഇട്ടു, സാമ്പാറും ഒക്കെ ചൂടാക്കി അപ്പമൊക്കെ ചുട്ടെടുത്തു. റംസാന് കഴിക്കാൻ കൊടുത്തത് റംസാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ച് വന്നവന് മതിയെന്ന് പറഞ്ഞുകൊണ്ട് റിദാൻ ഞാൻ ചൂടോടെ ചുട്ടപ്പോൾ തന്നെ നുള്ളിപ്പിച്ച് ചായയായിട്ട് ഇങ്ങനെ കൊടുത്താൽ അവിടെ നിന്നെല്ലാം കഴിച്ചു. ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരു എടുത്ത് വായിലിട്ടുകൊണ്ട് നടന്നു. അങ്ങനെ അത് അങ്ങിച്ചിട്ട് നല്ലത് കൊടുത്തപ്പോഴത്തേക്ക് അവന് ആ കുരു മതിയെന്ന് പിന്നെ എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് കൊടുത്ത്. റംസാനും ഒരെണ്ണവും കൊടുത്തിട്ട് പിന്നെ ഞാൻ നേരെ അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. എനിക്കാണെങ്കിൽ അടുക്കളയിലൊന്നും ഇരുന്ന് കഴിക്കണം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് എവിടെയെങ്കിലും ഇരുന്ന് സമാധാനത്തിലിരുന്ന് കഴിക്കണം, പ്രത്യേകിച്ച് കറണ്ട് വേണം. പിന്നെ എനിക്ക് ടി വി കണ്ട് കഴിക്കണം, അതെനിക്ക് കുഞ്ഞിലേ മുതലുള്ളൊരു ശീലമാണ്. ഞാൻ കറണ്ട് പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കൂല. എനിക്ക് വെട്ടമില്ലാതെ ഫുഡ് കഴിക്കുന്ന കാര്യം ഭയങ്കര പാടാണ്. പിന്നെ ടി വി, ഇത് രണ്ടും എനിക്ക് മസ്റ്റാണ്. അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് നേരെ ഹാളിലാണ് പോയി ഇരുന്നത്. ഉമ്മ ചോദിക്കും ഇതെന്തിനാണ് എടുത്തുകൊണ്ട് ഉയരെ പോകണമെങ്കിൽ താഴെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പറ്റില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ എടുത്ത് ഇരുന്നപ്പോഴത്തേക്കും ടി വി ഓണാക്കിയപ്പോൾ എന്താ ഒരു ന്യൂസ്, ശ്രീനിവാസ് മരിച്ചു. എനിക്ക് പെട്ടെന്ന് അയ്യോ പാവം മരിച്ച്, എന്ത് നമുക്ക് വേണ്ടപ്പെട്ട ആരോ മരിച്ച പോലെ ഒരു ഫീലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നടനാണ്. ഈ പുള്ളിക്കാരൻ്റെ ഒരു സിനിമയിലുള്ള പൊന്മുട്ടയിടുന്ന താറാവ്, ഞാൻ അതിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. എത്ര പ്രാവശ്യം കണ്ടാലും എനിക്ക് മടുപ്പ് വരാത്തൊരു സിനിമ. കുറേ നേരം അത് തന്നെ നോക്കി ഷോക്ക് മൂകം അടിച്ചിരുന്നിട്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, പോയവരൊക്കെ പോയി. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.